അപ്പളേ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണത്? ഈ ബുക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ? ഉണ്ടാക്കാനല്ല, ജേണൽ ചെയ്യാനാണ് പോണത്. അപ്പൊ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നേ ഇത് എനിക്കൊരു നോട്ടീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പിക്ചറാട്ടോ. ഞാൻ ആ നോട്ടീസിന്റെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ പിക്ചർ മാത്രം കട്ട് ചെയ്തെടുത്ത് വെച്ചു. പിന്നെ ഇത് നമ്മൾ ജേണൽ സപ്ലൈസ് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേപ്പറാണ് കേട്ടോ. ഇതിന്റെ വീഡിയോ ഒരു ഷോർട്ടായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെന്താ ഇത് നമ്മൾ ആ ബോളിലൊട്ടിച്ചേക്കണില്ലേ, അതിന്റെ അടിയിലുള്ള ചെറിയൊരു പീസാട്ടോ. പിന്നെ ഈ വാഷി ടേപ്പും നമ്മൾ ജനറൽ സപ്ലൈസ് ഉണ്ടാക്കിയപ്പം അതിൻ്റെ ഒപ്പം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആദ്യം കുറച്ച് സപ്ലൈസ് ഉണ്ടാക്കി വെച്ചു, എന്നിട്ട് നമ്മൾ ജേണൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ പിന്നെ നമുക്ക് ഇനി ആവശ്യമുള്ള സമയത്ത് ഏതാണോ വേണ്ടത് പോയി എടുക്കാലോ. ഇനി ഇവിടെ ഒരു ബട്ടർഫ്ലൈ ആണ് ചേർന്നേന്ന് തോന്നി, അപ്പൊ അവിടെ ഒരു ബട്ടർഫ്ലൈനെ ഒട്ടിച്ചു കൊടുത്താട്ടോ. പിന്നെ അതാ കൈ കെട്ടിയതൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ലീഫ് ഒട്ടിച്ചു കൊടുത്തു. എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇനി നമുക്ക് നമ്മുടെ മന്ത് മാർച്ച് മാസത്തെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതാ ഇവിടെ ഒരു ഫ്ലവർ ഒട്ടിച്ചു കൊടുത്തു. ഇതിനൊക്കെ കളർ ചെയ്തെടുക്കണം. ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിന്റ് ചെയ്തെടുക്കുന്ന പിക്ചേഴ്സ് ആണ്. പിന്നെന്താ ഈ തോട്ട്സ് ഒക്കെ ഇതേപോലെ പ്രിന്റ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്ന കേട്ടോ. ഇനി നമ്മുടെ ബട്ടർഫ്ലൈക്ക് കളർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആ ഒട്ടിച്ചിരിക്കുന്ന ആ പിക്ചറിന് ഏകദേശം മാച്ച് ചെയ്യുന്ന ഒരു ഗ്രീൻ ആണ് കേട്ടോ, പേസ്റ്റൽ ഗ്രീൻ ആണ് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ ലൈറ്റിന് ചെറിയൊരു മിന്നലുണ്ട്, അത് ഞങ്ങളുടെ വീട്ടിലൊരു വെൽഡിങ് പണി നടക്കുന്നുണ്ട്, അപ്പൊ അതിന്റെയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ വർക്ക് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അതത് സമയത്ത്. പൂവിന് ഞാൻ പേസ്റ്റൽ കളറ് പിങ്ക് ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ കരുതി ഇതൊരു പേസ്റ്റൽ തീം ആയിക്കോട്ടെ, എല്ലാ കളറും പേസ്റ്റൽ ആയിക്കോട്ടെ എന്ന്. എന്താ ഈ ഒരു ഗ്രീനും നമ്മുടെ പേസ്റ്റൽ കളറിന്റെ കൂടെ ഉള്ളതാട്ടോ. പിന്നെ ഞാൻ കരുതി കുറെ നാളായി സ്റ്റിക്കറൊക്കെ ഉപയോഗിച്ചിട്ട്, അപ്പൊ ഒരു സ്റ്റിക്കറും കൂടി ഒട്ടിച്ചെടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇതിലേക്ക് ചൂസ് ചെയ്തേക്കുന്നത് ഒരു പർപ്പിൾ കളർ ഫ്ലവർ ആട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ജേണൽ ചെയ്യാൻ തുടങ്ങിയപ്പം യാതൊരു വിധ മുൻധാരണ ഉണ്ടായിരുന്നില്ല. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ലായിരുന്നു. കുറച്ച് സാധനങ്ങൾ കയ്യിലുണ്ട്, അപ്പോൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു വന്നു കഴിഞ്ഞപ്പം ഒന്നിനൊന്ന് മാച്ചായിട്ട് എല്ലാം വന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമായിട്ടോ. അങ്ങനെ ആ 2-3 ഫ്ലവറൊക്കെ ഞാൻ ഒട്ടിച്ചു കൊടുത്തു. പിന്നെയും എന്തൊക്കെയോ ഒരു കുറവ് ഫീൽ ചെയ്തു, എന്തൊക്കെയോ വേണമെന്ന് പിന്നെയും തോന്നി. അതുകൊണ്ട് ഞാൻ പിങ്ക് കളറിൽ ഒരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ലെറ്റേഴ്സ് മാത്രം നോക്കിയിട്ട് വിളിച്ചെടുത്താട്ടോ. എന്താണ് വാചകമൊന്നും നോക്കിയിട്ടില്ല, വെറുതെ കണ്ടതങ്ങനെ എടുത്ത് ഒട്ടിച്ചു. ആണെന്ന് മാത്രം. കാണാനായിട്ട് കുറച്ചും കൂടി ഭംഗി വേണ്ടേ? അപ്പൊ ഒരു ഹലോ ഒട്ടിച്ചു, പിന്നെ എന്താ മ്യൂസിക് ഒട്ടിച്ചു. പിന്നെ അതാ ഒരു മാജിക്കും കൂടിയാണ് കിട്ടിയത് എനിക്ക്. അപ്പൊ അതും കൂടി ഇതാ ഈ സെന്ററിലും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നമ്മുടെ ആ പിങ്ക് കളർ ഫ്ലവർ ഇല്ലേ, അതിനൊരു മാച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവിടെ പിങ്ക് കാണുമ്പം കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവില്ലേ. കൂടുതലും എടുത്തു നിൽക്കുന്നത് ഒരു ബ്ലൂ കളറാണല്ലേ, അത് ആ പിക്ചർ ബ്ലൂ കളർ ആയതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ആ ബട്ടർഫ്ലൈയുടെ ഗ്രീനും അടിയിലുള്ളൊരു ചെറിയൊരു ഗ്രീനിഷ് കളറ്, അതും കൂടിയൊക്കെ ഒരു ചെറിയ മാച്ചിങ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ മാർച്ച് മാസത്തെ ജേണലാണ് കേട്ടോ. ഞാൻ സാധാരണ ജേണല് ഒരു ഷോർട്ട്സ് ആയിട്ടാണ് ഇടാറുള്ളത്. ഈ പ്രാവശ്യം ഞാനതൊരു ലോങ് ആയിട്ട് ഇടാന്ന് വിചാരിച്ചു. കാരണം ഷോർട്ട്സ് ആയിട്ട് ഇടുമ്പോൾ എല്ലാം വളരെ സ്പീഡിൽ കാണിക്കേണ്ടി വരികയാണ്. ജേണൽ ചെയ്യുമ്പോൾ ഒരു കുറച്ച് സ്പീഡ് കുറച്ച് ചെയ്യണതാണ് അതിന്റെ ഒരു ഭംഗി എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരില്ലേ, അപ്പൊ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചോ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.